ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്ത മത്സരം കഴിഞ്ഞപ്പോൾ ഇടിമുട്ടി സാറാമ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നൃത്തം അവതരിപ്പിച്ച അഥീന ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അഥീന ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇടിമുട്ടി സാറാമ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ല അനുഭവമായിരുന്നു. എല്ലാവരും നല്ലത് പറഞ്ഞായിരുന്നു. നന്നായി കളിച്ചു എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പഠിച്ച് ആ ഒരു നാടോടി നൃത്തം പഠിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയും ഒരു റെസ്പോൺസ് ഉണ്ടാവും ആ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ എന്നിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നോ? തോന്നിയിരുന്നോ? അങ്ങനെ തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. നമ്മൾ നാടോടി നൃത്തത്തിനും അതുപോലെ ഭരതനാട്യത്തിനും രണ്ടിനും കൂടിയിട്ടാണ് നമ്മൾ വന്നത് അല്ലേ? ഇപ്പം രണ്ടും കഴിഞ്ഞു, തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഭരതനാട്യത്തിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ? ഇല്ല, വന്നിട്ടില്ല. അതിന് വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അമ്മ അവിടെ ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പോവാൻ നിൽക്കുകയെന്ന്. ഇല്ല അല്ലേ? റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെ പോകണുള്ളൂ. എങ്ങനെയുണ്ട് തൃശ്ശൂരുള്ള കലോത്സവം? നല്ല അനുഭവമായിരുന്നു. നല്ല സ്ഥലമാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. ആണല്ലേ? നമ്മളിങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് മുൻപിൽ കുറേ ആളുകൾ, വെറും സീറ്റ് കാണുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം ആളുകൾ ഇരിക്കുന്ന കാണുമ്പോഴാണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാ, കുറേ ആളുകൾ നിറഞ്ഞ സദസ്സിന് മുന്നിലാണല്ലോ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതൊക്കെ ഒരു നല്ല ഊർജ്ജം തരും അല്ലേ അങ്ങനെയുള്ള സദസ്സ്? അതെ, നല്ല ഊർജ്ജം തന്നിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു, നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അടുത്തൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ ഗുരുവിനെ പറ്റി പറയുമോ? ആരാണ് പഠിപ്പിച്ചതെന്നതൊക്കെ? എൻ്റെ ഗുരു രശ്മി എം നായർ. ടീച്ചർ ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആണ്. എന്നെ പഠിപ്പിക്കാനായിട്ട് ഈ കലോത്സവ സമയത്ത് ഇങ്ങോട്ട് വരും. ഓഹോ, വെറൈറ്റി ആണല്ലോ. ടീച്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചറെ കൂടെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ടീച്ചർ കലോത്സവമായ സമയത്ത് പഠിപ്പിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞല്ലോ. അതിന് 3ാം ക്ലാസ് തൊട്ട് എൻ്റെ അടുത്ത് പഠിക്കുകയാണ്. അപ്പം കല്യാണമായ സമയത്ത് ഞാൻ ക്ലാസ്സൊക്കെ ഡ്രോപ്പ് ചെയ്ത് ന്യൂസിലാൻഡിൽ അങ്ങ് സെറ്റിൽഡായി. അത് കഴിഞ്ഞ് കലോത്സവ സമയമാകുമ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നതാണ്. ഒരു 3 months ഇവിടെ കാണും, ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേറ്റ് വരെ പോവുകയാണെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് പോകും. എന്നിട്ട് ബാക്കി ഓൺലൈനിൽ കൂടെ ഞാൻ റെഗുലർ ക്ലാസ് ആണെങ്കിൽ മറ്റ് ക്ലാസ്സസ് ഓൺലൈനിൽ കൂടെ എടുക്കും. പിന്നെ ഒരു കുഞ്ഞു മോളും കൂടെ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് ആയിട്ട് ഇവിടെ ഇപ്പം അങ്ങനെ ഒന്ന് വരുന്നേ ഉള്ളൂ. അവിടെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് രശ്മി. ഞാൻ പണ്ട് കലോത്സവത്തിനൊക്കെ ഇങ്ങനെ പങ്കെടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഈ ഇത് വിട്ടിട്ടില്ല എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ് തൃശ്ശൂരായിരുന്നു. ഇവിടെ ഞാൻ കുച്ചിപ്പുടിയും നാടോടി നൃത്തമൊക്കെ പങ്കെടുത്തിരുന്നു. അന്ന് നല്ല ഇതൊക്കെ കിട്ടി. അങ്ങനെ പോയ ഒരാളാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം അതിലൊക്കെ പങ്കെടുത്തു. പിന്നെ ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ കൂടെ ഒരു പാഷനായിട്ട് ഇതും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കലോത്സവത്തെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ അവിടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഈ കലോത്സവ സമയത്ത് ഇവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ല? അതെ അതെ. കാര്യം ഇതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു, കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിനെ ആ ഒരു രീതിയിൽ കാണണം കുട്ടികൾ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എടുത്തൊരു എഫേർട്ടാണ്. പിന്നെ എൻ്റെ കൂടെ ഫോക്ക് പഠിപ്പിക്കാൻ ട്രെയിൻ ചെയ്യാനൊരു സാറുണ്ട്, ജോമറ്റ് എന്ന പേര്. അദ്ദേഹമാണ് ഈ കുട്ടീനെ ഫോക്ക് പഠിപ്പിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഇവിടം വരെ എത്തിയത്. സക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അഥീന ഇപ്പം തിരുവനന്തപുരത്താണ്. ഏതാ സ്കൂള്? സെൻറ് തോമസ് HSS പൂന്തുറ. ഓക്കെ. അപ്പോൾ ഇവിടേക്ക് വന്നത് ടീച്ചറുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ കുറേ ആളുകളായിട്ട് വന്നതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ നല്ല അനുഭവമായിരുന്നു. ടീച്ചർക്ക് എന്താ തോന്നുന്നത് തൃശ്ശൂരത്തെ കലോത്സവത്തെ പറ്റി? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഓഡിയൻസിനെ കണ്ടാണ് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതം തോന്നി. കാര്യം കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. എനിക്ക് അതിലും നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട്, ഒരുപാട് ആസ്വാദകരുള്ള ഒരു ഇതായി. പണ്ട് ഞാൻ കളിക്കുന്ന സമയത്തും അതേ ഭയങ്കര റഷാണ് മത്സര സമയങ്ങളിലൊക്കെ. ഇപ്പം അതുപോലെ തന്നെ ഒരു മാറ്റവും കൂടാണ്ട് തൃശ്ശൂർ വന്നപ്പോൾ അതേ അനുഭവം തന്നെ, അതേ ഓർമ്മകൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കലോത്സവ വേദികളിൽ എത്താനായിട്ട് ടീച്ചർക്ക് പറ്റട്ടെ. അതുപോലെ അഥീനയ്ക്കും ഒരുപാട് വേദികളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.